നമ്മുടെ തിരഞ്ഞെടുപ്പൊക്കെ ഏറ്റവും സവിശേഷമുള്ളതായി മാറുന്നത് എല്ലാ വിഭാഗം ആളുകളും എത്തി വോട്ട് ചെയ്യുമ്പോഴാണ്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഞാനൊരു 100 വയസ്സുള്ള ഒരാളെ പരിചയപ്പെടുത്താം. തിരുവല്ല നഗരസഭയിലെ കുറ്റൂർ വാർഡിലെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയ ഒരാളാണ്. 100 വയസ്സാണ് പ്രായം. വോട്ട് ചെയ്തോ? ചെയ്തു. എല്ലാ തവണ ഇവിടെ വന്നാണ് വോട്ട് ചെയ്യാം? അല്ല, ഇത് രണ്ടാം പ്രാവശ്യം. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ. ഒരു വോട്ട് പോലും ഫാദർ ഒഴിവാക്കിയിട്ടില്ല എന്നാ പറയുന്നത്? ഇല്ല, പറയുന്നതല്ല അങ്ങനെ. ഞാൻ വോട്ട് വന്ന കാലം ഞാൻ സിലോണില്ല പഠിച്ചത്. അവിടെ നിന്ന് വന്ന നാളിന് മുതൽ ഇങ്ങനെ വോട്ടാണ്. ഒത്തിരി പഞ്ചായത്ത് മറ്റേ സഭയിലുള്ള വോട്ടുകളെ വോട്ട് മിസ് ചെയ്യുകയില്ല. ഒരു രാഷ്ട്രീയം വെച്ച് പുലർത്തിയിട്ടാണ് ഓരോ തവണയും സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുക? അതോ വ്യക്തിപരമായ അടുപ്പമുള്ളവരെ പ്രത്യേകം കണ്ടെത്തുക, അങ്ങനെയൊക്കെ? വ്യക്തിപരമായി ഇവരോടൊന്നും അടുപ്പമില്ല, പാർട്ടിയോട് മാത്രം. ഒരു രാഷ്ട്രീയം ഉണ്ട് മനസ്സിൽ? ഉണ്ട്. രാഷ്ട്രീയ പ്രസംഗത്തിലൊക്കെ പോയിട്ടുള്ളതാണ് പഠിക്കുന്ന കാലത്ത് പോലും. പട്ടം താണ്ടുപിള്ളയുടെ കൂടെയൊക്കെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. എല്ലാ തവണയും വന്ന് വോട്ട് ചെയ്യണം, ഇനി ഒരൊറ്റ വോട്ടും ഒഴിവാക്കിയില്ല എന്ന് തീരുമാനിക്കാനുണ്ടായ ഒരു കാരണം എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ? എനിക്ക് താല്പര്യമുള്ള പലരും വോട്ട് ചെയ്യാതിരിക്കുന്നു. അപ്പം അവരെ ഗുണദോഷിക്കാൻ തുടങ്ങി ഞാൻ പഠിക്കുന്ന കാലത്ത് പോലെ. അപ്പം ഞാൻ എക്സാമ്പിളായിരിക്കണ്ടേ, പഠിപ്പിക്കാൻ പോയാൽ മതി. അതാണ് എൻ്റെ മോട്ടിവേഷൻ്റെ കാര്യം. പിന്നെ ഞാൻ വോട്ട് ചെയ്യണം, എന്നിട്ട് വേണം മറ്റുള്ളവരോട് വോട്ട് ചെയ്യാൻ പറയാൻ. വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഫാദർ എബ്രഹാം മാരേറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എല്ലാ കാലത്തും തദ്ദേശ തിരഞ്ഞെടുപ്പാവട്ടെ, നിയമസഭാ തിരഞ്ഞെടുപ്പാകട്ടെ, ഈ തിരഞ്ഞെടുപ്പുകളിലൊന്നും ഒരു വോട്ട് പോലും ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. പുതിയ തലമുറ വോട്ട് ചെയ്യണം എന്നുകൂടെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ ഷജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, തിരുവല്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഞാൻ പഠിപ്പിക്കുന്നതാണ്, അപ്പോൾ ഞാൻ മാതൃക കാണിക്കേണ്ടേ എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു വോട്ട്, 100 വർഷത്തെ ജീവിതാനുഭവം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണല്ലേ. അപ്പോൾ ഇംതിയാസ്, അദ്ദേഹത്തിന് ഞാൻ പറയും നമ്മളെക്കാൾ എത്രയോ ജീവിതം കണ്ട ആളാണ്, അനുഭവങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തെ കേട്ടാൽ തന്നെ മതി. മലങ്കര കത്തോലിക്ക സഭയുടെ മുതിർന്ന വൈദികനാണ് ഫാദർ എബ്രഹാം മാരേറ്റ്. ഞാൻ ആ ബൂത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് സഹായിക്കാൻ ആളുണ്ട്. അവരൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് കാറിൽ കൊണ്ടുവന്നിറക്കി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം, ഭയങ്കര ആത്മവിശ്വാസം, സന്തോഷം ഒക്കെ അച്ഛനുണ്ട്, ഫാദറിനുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും തദ്ദേശ തിരഞ്ഞെടുപ്പാകട്ടെ, നിയമസഭാ തിരഞ്ഞെടുപ്പാകട്ടെ, ഒരു വോട്ട് പോലും ഒഴിവാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും കൃത്യമായ രാഷ്ട്രീയം തനിക്കുണ്ട്. താൻ മുൻപ് പഴയ കാലത്ത് പ്രസംഗിച്ചയാളാണ്, രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഒക്കെ പ്രചോദനമാവുന്ന രൂപത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സവിശേഷമായ കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹം സിലോണിലായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നത്. അവിടുന്ന് പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ അപ്പാപ്പൻ രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ സജീവമായ പ്രവർത്തകനായിരുന്നു. അതിൻ്റെ ഒരു പിൻബലം ഈ ഫാദർ എബ്രഹാം മാരേറ്റിനുണ്ട്. അതൊക്കെ കണ്ടു വളർന്ന് കുടുംബത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ കണ്ടു വളർന്ന ആളാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ്, വോട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് തീർത്തും നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, വോട്ട് ചെയ്യണം, വോട്ട് ഒഴിവാക്കാൻ പാടില്ല എന്ന സന്ദേശം കൂടെയാണ് ഈ 100-ാം വയസ്സിൽ അദ്ദേഹം നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം പുതിയ തലമുറ, എന്നെയൊക്കെ കാണുമ്പോൾ, ഞാൻ വോട്ട് ചെയ്യാനൊക്കെ എത്തുന്നത് കാണുമ്പോൾ പുതിയ തലമുറക്കത് പ്രചോദനമാവണം. പുതിയ തലമുറയും വോട്ടൊക്കെ ചെയ്യണം. കൃത്യമായ രാഷ്ട്രീയം എല്ലാവർക്കും വേണം എന്ന സന്ദേശം കൂടെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പലയിടത്തും തിരക്ക് കാരണം വോട്ട് ചെയ്യാതെ പോയവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ ഓർക്കേണ്ടത് 100 വയസ്സിലും വോട്ട് ചെയ്യാൻ ഒരാൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത, അത് നമ്മളൊരു പൗരനെന്ന നിലയിൽ ഈ രാജ്യത്തെ സംവിധാനങ്ങളോട് നമ്മൾ കാണിക്കുന്ന ഒരു ബഹുമാനം കൂടിയാണ്. അത് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കണം.